ഹായ് മക്കളെ, നമുക്കിന്ന് എന്താണ് ബയോളജി? വാട്ട് ഈസ് ബയോളജി? ബയോളജി ഈസ് എ ബ്രാഞ്ച് ഓഫ് സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ലിവിങ് തിങ്സ്. ജീവനുള്ള വസ്തുക്കളെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേരാണ് ബയോളജി. ബയോളജിയിൽ എന്ന വാക്ക് എവിടെ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്? വാട്ട് ഈസ് ദ ഒറിജിൻ ഓഫ് ബയോളജി? It is originated from two Greek words. രണ്ട് ഗ്രീക്ക് വാക്കുകളിൽ നിന്നാണ് ബയോളജി എന്ന വാക്ക് ഉത്ഭവിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ് ആ വാക്കുകൾ? ബയോസ്, ലോഗോസ്. ബയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഈസ് ബയോസ്? ഓൾ ദ ലിവിങ് തിങ്സ്, ജീവനുള്ള വസ്തുക്കൾ എന്നാണ് ബയോസ് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. വാട്ട് ഈസ് മീൻ ബൈ ലോഗോസ്? ലോഗോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is the study of. It is the study of എന്നാണ് ലോഗോസിൻ്റെ അർത്ഥം. അതായത് എന്തിനെയോ കുറിച്ചുള്ള പഠനമാണ് ലോഗോസ്. അങ്ങനെ നമ്മൾ ഈ രണ്ട് വാക്കുകളൂടെ കൂടി ചേർക്കുമ്പോൾ ബയോളജി, ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ലിവിങ് തിങ്സ് ഓർ ലിവിങ് ഓർഗാനിസംസ്. ഇനി നമുക്ക് നോക്കാം ബയോളജിയിലെ പ്രധാനപ്പെട്ട 3 ശാസ്ത്രശാഖകൾ. ഒരുപാട് ശാസ്ത്രശാഖകളുണ്ട്, അതിൽ തന്നെ പ്രധാനപ്പെട്ട 3 ബോട്ടണി, സുവോളജി ആൻഡ് മൈക്രോബയോളജി. ബോട്ടണി, സുവോളജി, മൈക്രോബയോളജി എന്ന് പറയുന്ന 3 തരത്തിലുള്ള ശാസ്ത്രശാഖകളാണ് പ്രധാനമായും ബയോളജിയിൽ കാണപ്പെടുന്നത്. ഇനി ഈ ഓരോ ശാഖയെക്കുറിച്ച് കൂടുതലായിട്ട് നോക്കാം. ബോട്ടണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് ബയോളജി that deals with the study of plants. സസ്യങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ബോട്ടണി അഥവാ സസ്യശാസ്ത്രം. സുവോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ആനിമൽസ്. ജന്തുക്കളെക്കുറിച്ചുള്ള ശാസ്ത്രശാഖയാണ് സുവോളജി അല്ലെങ്കിൽ ജന്തുശാസ്ത്രം. 3ാമത്തെ വിഭാഗമായ മൈക്രോബയോളജി. നമ്മുടെ ചുറ്റിലും ഒരുപാട് സൂക്ഷ്മജീവികൾ കാണപ്പെടുന്നുണ്ട്. ആ സൂക്ഷ്മജീവികളെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന ശാസ്ത്രശാഖയുടെ പേരാണ് മൈക്രോബയോളജി. മൈക്രോബയോളജി ഈസ് ദ ബ്രാഞ്ച് ഓഫ് സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് മൈക്രോ ഓർഗാനിസംസ്. അപ്പോൾ നമ്മൾ എന്ത് പഠിച്ചു? ബയോളജി എന്താണെന്ന് മനസ്സിലാക്കി, അതിൽ പ്രധാനപ്പെട്ട ശാസ്ത്രശാഖകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലായി. ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണ്? ഈ ഓരോ ശാസ്ത്രശാഖയ്ക്കും ഓരോ ഫാദേഴ്സ് ഉണ്ട്, ഓരോ പിതാക്കന്മാരുണ്ട്. ആരാണ് ഓരോ ശാസ്ത്രശാഖയുടെയും ഫാദർ? നമുക്ക് ഫസ്റ്റ് തന്നെ നോക്കാം. ഹു ഇസ് ദ ഫാദർ ഓഫ് ബയോളജി? ബയോളജിയുടെ ഫാദറാണ് അരിസ്റ്റോട്ടിൽ. ബോട്ടണിയുടെ പിതാവ്, സസ്യശാസ്ത്രത്തിൻ്റെ പിതാവ് അല്ലെങ്കിൽ ഫാദർ ഓഫ് ബോട്ടണി തിയോഫ്രാസ്റ്റസ്. ജന്തുശാസ്ത്രത്തിൻ്റെ പിതാവ് അല്ലെങ്കിൽ ഫാദർ ഓഫ് സുവോളജി എഗെയിൻ അരിസ്റ്റോട്ടിൽ. അപ്പോൾ ഓർത്ത് വയ്ക്കുക, അരിസ്റ്റോട്ടിലിന് 2 ഫാദർ എന്ന ബഹുമതികളുണ്ട്. ഒന്ന് ഫാദർ ഓഫ് ബയോളജിയാണ്, രണ്ടാമത്തത് ഫാദർ ഓഫ് സുവോളജിയാണ്. ഇനി നമ്മളുടെ 3ാമത്തെ ശാസ്ത്രശാഖ മൈക്രോബയോളജി. ഫാദർ ഓഫ് മൈക്രോബയോളജി. മൈക്രോബയോളജിയുടെ പിതാവ് ആരാണ്? ആൻ്റണി വാൻ ല്യൂവൻഹൂക്ക്. ആൻ്റണി വാൻ ല്യൂവൻഹൂക്കാണ് നമ്മളുടെ മൈക്രോബയോളജിയുടെ ഫാദർ അല്ലെങ്കിൽ പിതാവ്. ബയോളജിയെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ ഷോർട്ട് സമ്മപ്പാണ് ഇപ്പോൾ തന്നിട്ടുള്ളത്. ഇനി കൂടുതൽ ക്ലാസ്സുകൾക്കായി നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ബയോബൈറ്റ് ലേണിംഗ്.